അസ്സലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു കിടിലൻ റഞ്ച് റെസിപ്പിയുമായിട്ടാണ് സേമിയ ബിരിയാണി. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റൈസ് സേമിയയാണ്, നോർമൽ സേമിയ അല്ല. നോർമൽ സേമിയത്തേക്കാളും കുറച്ചുകൂടി വേവ് കുറഞ്ഞിട്ടുള്ള വളരെ നേർമയായിട്ടുള്ള സേമിയാണിത്. ഈ സേമിയ കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് സേമിയ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റേ സാധാരണ നോർമൽ സേമിയ കൊണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ കുറച്ച് ചിക്കൻ എടുത്ത് കഴുകി ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കുറച്ച് കോൺഫ്ലവറും ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അതെടുത്ത് പുറത്ത് വെച്ച് അത് തണുപ്പ് മാറിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ പുലർച്ചെ 6 മണിക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ മൊബൈൽ കൊണ്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്യാണ്, മറ്റേ കൈ കൊണ്ടാണ് കുക്ക് ചെയ്യുന്നതും. അതുകൊണ്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ വീഡിയോയിൽ കാണാം, പക്ഷേ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശയാണ് ഞാൻ അപ്പുറത്ത് ചുട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഉപ്പിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് സേമിയത്തിൻ്റെ ഒരു ലുക്ക് കേട്ടോ. സേമിയ വളരെ തിന്നാണ്, കണ്ടില്ലേ? അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം സേമിയ എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ സേമിയത്തിന് വേവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചെറിയ തീയിലാക്കി വെച്ചിട്ടാണ് ഞാൻ ഇനി കുക്ക് ചെയ്യാൻ പോകുന്നത്. ഈ സേമിയ ഇട്ടെടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നോക്കി നിന്ന് അത് വേവുന്നുണ്ടോ എന്ന് നോക്കണം. ആ സമയത്ത് വേറെ എങ്ങോട്ടും പോവരുത്. അപ്പോൾ വെന്ത് വരുമ്പോൾ തന്നെ അത് തീ ഓഫ് ചെയ്യുകയും വേണം. അപ്പോൾ അത് ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് കൊണ്ട് തന്നെ 2 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ വെന്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതെങ്ങനെയാണ് ഇത് വെന്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇനി നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ല തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കണം. അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഞാനിത് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് വാലാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ഇടാം. ബട്ടർ ഇട്ട് ചെറിയ തീയിൽ വേണം കേട്ടോ തീ വെക്കാനായിട്ട്, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോവും. ബട്ടർ ഒന്ന് അലിഞ്ഞതിന് ശേഷം ഒരു 3 പീസ് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റിയെടുത്തതിന് ശേഷം 2 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ഉള്ളി കൂടി അതിൽ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറി ഒന്ന് മൂക്കുന്നത് വരെ ഒന്നിങ്ങനെ മിക്സാക്കാം. പിന്നെ വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതി. ചെറിയ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനിടയിൽ പച്ചമുളക് 2 എണ്ണം. പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മളിതിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. തക്കാളി കൂടി ചേർത്തിട്ട് തക്കാളി നല്ലോണം വഴറ്റുക. നല്ലോണം വാടണം തക്കാളി. പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ കുരുമുളക് പൊടിയും പിന്നെ ഇതിൽ ക്രഷ്ഡ് ചില്ലിയും ഒക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതല്ലേ, പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ മാഗിയുടെ മാജിക് മസാലയുടെ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് ഇതിൽ ചേർക്കുകയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. കുറച്ച് ഗരം മസാല ചേർക്കണം. പിന്നെ മാഗിയുടെ ക്യൂബിൻ്റെ ഒരു പകുതി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ സോയാ സോസൊക്കെ ഇതിനെന്തായാലും വേണം. ഞാനിങ്ങനെയാണ് സേമിയ ബിരിയാണി ഉണ്ടാക്കാറ്. അതുകൊണ്ടാണ് ഞാൻ സോയാ സോസ് എപ്പോഴും ചേർക്കാറുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് സോയാ സോസ് ചേർത്താൽ. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നല്ലോ ചിക്കൻ, ആ ചിക്കൻ കൂടെ ഇതിൽ ചേർക്കാം. ഞാൻ ഫ്രൈ ചെയ്ത ചിക്കൻ കുറച്ച് അധികമായിരുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ ചിക്കനും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു 3/4 ഭാഗം ചിക്കൻ ചേർത്ത് ബാക്കി കുറച്ച് ഞാൻ കണ്ടില്ലേ, ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലിനി നമുക്ക് 1-2 ചേരുവകളൂടി ചേർക്കാനുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സേമിയ ഉണ്ടല്ലോ, ആ സേമിയ ഇതിൽ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എൻ്റെ ഒരു കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഉള്ളത് കൊണ്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു കൈ കൊണ്ട് ഇളക്കി ചേർക്കുമ്പോൾ. പിന്നെ കുറച്ച് കോണ് ഇരിപ്പുണ്ടായിരുന്നു, ഫ്രോസൺ കോണ്. അപ്പോൾ ഞാൻ അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ
അതുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ക്രഷ്ഡ് ചില്ലി കുറച്ച് ചേർക്കുകയാണ്. അധികം എരിവ് വേണ്ട, സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് കാരണമായതുകൊണ്ട് തന്നെ. പിന്നെ ഒറിഗാനോ കൂടി ചേർക്കുകയാണ്. മല്ലിയില പുതിനയില ഒന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഒറിഗാനോ ആണ് അതിന് പകരം ചേർക്കുന്നത്. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തയച്ചാൽ അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമ്പോൾ അവരും ഹാപ്പി ആവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനിയും വീണ്ടും ഒരു നല്ലൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് വരാമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും.